നമസ്കാരം. വീക്കെൻഡിൽ ചെറിയ ട്രാവലും പരിപാടിയൊക്കെ ഉള്ളതിനെ കൊണ്ട് അധികം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. വെൽക്കം ബാക്ക് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ജർമ്മനി തോക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചില മൊമെന്റ്സ് കളിയിലുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒരു ഗോളിലൂടെ ജർമ്മനി തിരിച്ചു വന്നു. ഇന്ന് ജയിച്ചാലും തോറ്റാലും അടുത്ത റൗണ്ടിലേക്ക് ജർമ്മനി ക്വാളിഫൈ ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാലും ഇപ്പൊ ഗ്രൂപ്പിൽ ലീഡറൊക്കെ ആയി മാക്സിമം പോയിന്റ് നേടി അടുത്ത റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് എനർജി ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും നൈഗൽസ്മാനും ടീമിനും അങ്ങനെ ഒരു കംബാക്ക് സ്ട്രാറ്റജി വർക്കൗട്ട് ആവട്ടെ. അടുത്ത റൗണ്ടിലേക്ക് പോയാലും ഇത് റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ മത്സരത്തിലേക്ക് വരുമ്പോൾ പൊസിഷൻ കൺട്രോൾ ചെയ്തത് ജർമ്മനിയാണ്. 18ഓളം ചാൻസുകൾ ഉണ്ടായിരുന്നു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. പക്ഷേ പല ചാൻസുകളും വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. 1-2 ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊരു ഗോള് ഡിസലോ ചെയ്തത് എടുത്തു പറയണം. മൂസിയാലയുടെ ബോക്സിൽ വെച്ചിട്ടുള്ള ഒരു ഫൗളാണ് ഓർ ഇന്റർവ്യൂ ചെയ്ത് ഈ ഒരു ഗോൾ റിവേർട്ട് ചെയ്യാനുള്ള കാരണം. എന്നാൽ 23-ാമത്തെ മിനിറ്റിൽ സ്വിറ്റ്സർലാൻഡ് വളരെ കൃത്യമായിട്ട് തങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്തു. ലെഫ്റ്റ് വിങ്ങിലൂടെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കിമിച്ച് ഉണ്ട്, റൂഡിഗർ ഉണ്ട്. ഈ 2 പേരെയും കബളിപ്പിച്ചാണ് ബോക്സിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പന്ത് എത്തിച്ചു കൊടുക്കുന്നത്. ഇവിടെ എൻഡോലിയുടെ ഒരു ടച്ച് മാത്രമാണ് സ്വിറ്റ്സർലൻഡ് ആ ഗോൾ നേടിക്കൊടുത്തത്. ഇപ്പൊ നോയർ ഈ ഒരു ബോൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ 23-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സ്വിറ്റ്സർലാൻഡ് വന്നു. അതിനുശേഷം തിരിച്ചു വരാനുള്ള പല ഓപ്പർച്യൂണിറ്റികളും ജർമ്മനിക്ക് കിട്ടി. എന്നാൽ കളി സമനിലയിലേക്ക് പോകുമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. ഇവിടെ സ്വിഫ്റ്റിന്റെ ഡിഫൻസ് എടുത്തു പറയണം. എസ്പെഷ്യലി അവരൊരു മിഡ് ബ്ലോക്ക് ഇട്ടാണ് കളിച്ചത്. ഗ്രാനിറ്റ് ഷാക്കും ഒക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല സിറ്റുവേഷനിലും ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ടോണി ക്രൂസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യാനും ടാക്ടിക്കലി ബോൾ വിൻ ചെയ്യാനൊക്കെ ഷാക്ക ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡ് ആയാലും ഫോർവേഡ് ആയാലും നല്ല രീതിയിൽ തന്നെ ഇത് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. 75-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫുൾക്കർഗ് വന്നു, സാന വന്നു. അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകൾ ഇരു ടീമുകൾക്കും കിട്ടി. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇഞ്ചുറി ടൈമിൽ വെച്ചിട്ടാണ് അടുത്ത ഗോൾ വരുന്നത്. ഇവിടെ ഇപ്പൊ റാമിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്രോസ് ബോക്സിലേക്ക് എത്തുന്നു. ഇവിടെ 3 പേര് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഹെഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. സ്പീഡില്ല, വളരെ കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റ് ആണ് ഫുൾക്കർഗിന്റെ ഹെഡ് നമ്മൾ കണ്ടത്. ഇപ്പോ സോമർ ഈ ബോൾ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരു ഹെഡർ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഡിഫൻസിന്റെ ഒരു പാളിച്ച തന്നെയാണ്. 3 പേരെ മാർക്ക് ചെയ്യാൻ പറ്റിയില്ല. വളരെ ഈസി ആയിട്ട് പൊസിഷണൽ ഹെഡർ ചെയ്തുകൊണ്ട് മറ്റൊരു കംബാക്ക് ജർമ്മൻ സൈഡ് നമ്മൾ കണ്ടു. പക്ഷേ ഇതൊരു വറിയിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന നോക്കൗട്ട് മത്സരങ്ങളാണ്. 1-0 പിറകിൽ പോയിട്ട് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ നമുക്കറിയാം. ഫോമിലേക്ക് വരുന്ന ടീമിനെതിരെ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള പെർഫോമൻസ്, ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എടുത്തു പറയേണ്ടത് കായ ഹവേർട്സ് വേഴ്സസ് ഫുൾക്കർഗ് ഡിബേറ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ പ്ലേ മേക്കർ എന്ന രീതിയിൽ ഹാവേർട്സ് ഒരു പോസിറ്റീവ് തന്നെയാണ്. പുള്ളി ടീമിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യും. വളരെ കൃത്യമായിട്ട് ഡിഫെൻസീവിൽ വന്ന് ടീമിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, അസിസ്റ്റ് കൊടുക്കാറുണ്ട്. പ്ലേ മേക്കിംഗ് എന്ന രീതിയിൽ കൃത്യമായിട്ട് തന്റെ റോൾ നിർവഹിക്കാൻ ഹാവേർട്സിന് സാധിക്കും. പക്ഷേ ഷോട്ട് കൺവേർഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഷോകാണ്. പല അവസരങ്ങളും മിസ്സാക്കുന്നു. വേണ്ട രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഫുൾക്കർഗിന്റെ ഒരു പോസിറ്റീവ് നമ്മൾ കാണുന്നത്. പുള്ളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കറാണ്. ഇപ്പൊ നല്ല ഫോമിലാണ് കളിക്കുന്നത്. ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാൻ നൈഗൽസ്മാന് സാധിക്കും. പക്ഷെ ഒരു ഇമ്പാക്ട് സബായിട്ട് പുള്ളിനെ നോക്കൌട്ടിൽ കളിപ്പിക്കണോ അല്ലെങ്കിൽ റെഗുലർ സ്റ്റാർട്ടർ ആക്കണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി നൈഗൽസ്മാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് കായ ഹവേർട്സിന് തന്നെയാണ്. ഇപ്പൊ ടീമിന്റെ ഓവറോൾ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ ഹവേർട്സിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യാനുണ്ട് എന്നാണ് പല ജർമ്മൻ ഫാൻസിന്റെ അഭിപ്രായം. എന്തായാലും ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 7 പോയിന്റോടെ ഗ്രൂപ്പ് ലീഡർ ആയിട്ടാണ് ജർമ്മനി അകത്തേക്ക് പോകുന്നത്. തൊട്ടുപിറകിലായിട്ട് സ്വിറ്റ്സർലാൻഡ് ഉണ്ട്. ഹംഗറി ഇപ്പോ ആ സ്റ്റേജിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇനി എല്ലാ ഗ്രൂപ്പ് സ്റ്റേജും കഴിഞ്ഞാൽ മാത്രമേ ഹംഗറി നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യൂ നമുക്ക് പറയാൻ പറ്റൂ. കാരണം
4 ടീമിന് കൂടെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പോയിന്റ് ടേബിളിലെ നില അനുസരിച്ചായിരിക്കും ആര് ക്വാളിഫൈ ചെയ്യും എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. സ്കോട്ട്ലൻഡ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.